നൈറ്റ് ലൈഫ് ഇഷ്ടമാണോ? തീർച്ചയായും. ഈ സംസ്ഥാനത്ത് നൈറ്റ് ലൈഫിന് തുടക്കം കുറിച്ച് എവിടുന്ന് അറിയോ? കോഴിക്കോടാണെന്നാണ് എൻ്റെ ഒരു അതെ, കോഴിക്കോട്ടുകാരാണ്. അപ്പോൾ ഇപ്പോൾ അതിനെതിരെ എതിർപ്പ് ഉയർത്തുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അത് കോഴിക്കോട് നിന്ന് തന്നെയാണെന്നുള്ളതാണ്. അത് രണ്ട് തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഒന്ന് കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി കോവൂർ റോഡിലാണ് രാത്രികാല കടകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം ഉയർന്നത്. ലഹരി സംഘങ്ങൾ രാത്രിയിൽ തുറന്നിരിക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചതോടെയാണ് നാട്ടുകാർ സംഘടിച്ച് 10:30 ശേഷം കട തുറക്കാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയത്. കടകൾ അടയ്ക്കുന്നതിനെ ചൊല്ലി വ്യാപാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷവും പതിവായി. ഡിവൈഎഫ്ഐ നേതാവിനെ നാട്ടുകാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാത്രിയിൽ പ്രകടനമായെത്തി കട തകർക്കുന്നതും കേരളം കണ്ടു. ദിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നഗരപാത വികസനത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡ് നവീകരിച്ചത്. അന്നു മുതൽ ഇവിടുത്തെ നാട്ടുകാർ ഈ റോഡിന് ഇരുവശവും രാവിലത്തെ പ്രഭാത നടത്തത്തിനും രാത്രികാല നടത്തത്തിനും ഉപയോഗിച്ചു വന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ റോഡിന്റെ ഇരുവശവും നിരവധി ഭക്ഷണശാലകൾ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ എത്തുന്ന ഈ ആളുകളൊക്കെ തന്നെ വാഹനങ്ങൾ വഴിയരികിൽ നിർത്തിയിടാനും തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരം കടകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകളും സാമൂഹ്യ വിരുദ്ധരും തമ്പടിച്ചതോടുകൂടിയാണ് നാട്ടുകാർ സംഘടിച്ചെത്തിയത്. രാത്രി 10:00 ശേഷം കടകൾ പൂട്ടണമെന്ന നിർദ്ദേശം നൽകി. ഇതും സംഘർഷത്തിന് കാരണമായി. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ എമർജൻസി വാഹനങ്ങളടക്കം പോകുന്ന മെഡിക്കൽ കോളേജിൽ പോകുന്ന റോഡ്, ആ റോഡിന് തടസ്സം സൃഷ്ടിക്കുന്ന സ്ഥിതിയിൽ രണ്ട് ഭാഗങ്ങളിലും പാർക്കിംഗ്. ഈ റോഡൊക്കെ ഉണ്ടായ സമയത്ത് ശരിക്കും നല്ലൊരു ആനന്ദമായിരുന്നു എല്ലാവർക്കും. ഫുട്പാത്ത് കൂടി നടക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നടക്കാന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമായിരുന്നു. ഒരു പെണ്ണുങ്ങൾ വരികയാണ്, റേഷൻ വാങ്ങി വരുന്ന പെണ്ണുങ്ങൾ എത്രയോ പ്രാവശ്യം റോട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഗതികേട് അവിടെ. ഇവർ മാറി നിന്നിട്ടുണ്ട്, മുതലാളിമാർ വരും പോടാന്ന് അറിയും. കടയുടെ മുതലാളിമാർ ഇവരൊരു ദാതകളെ മാതിരി അവിടെ പെരുമാറുന്നത്. പ്രദേശവാസികൾക്ക് വളരെ ദുഷ്കരമായൊരു ജീവിതമായി മാറി. സ്വന്തം വീടുകളിലേക്ക് പോകാനുള്ളൊരു വഴി അതുപോലെ അടഞ്ഞ നമ്മളൊരു 144 പ്രഖ്യാപിച്ച മാതിരിയായി ഈ പ്രദേശം. ദൂരം വഴിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം ഉണ്ടാവും? ഈ ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നന്നാക്കാതെ ഇരിക്കുന്നത് കാണാം. അത് ശരിക്കും ഒരാളും കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്തു പോകുകയാണെങ്കിലും ലഹരി മാഫിയ സംഘങ്ങൾ ഇവർ വന്നിട്ട് ഈ ബോക്സ് തുറന്നിട്ട് ഷോർട്ട് ആക്കിയിട്ട് അവരുടെ ബ്ലാക്ക് സ്പോട്ട് ആക്കി മാറ്റിയാണ് ഈ സ്ഥലം ചെയ്യുന്നത്. ഇപ്പോൾ സമീപകാലത്താണ് താമരശ്ശേരിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ഈ മയക്കുമരുന്ന് രാസലഹരിയുടെ കച്ചവടക്കാർ ഇവിടെ കേന്ദ്രീകരിച്ച് ജില്ലയിലാകെ തന്നെ കച്ചവടത്തിന് നേതൃത്വം നൽകുകയാണ്. നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ട രാത്രികാല ജീവിതമെന്ന സംസ്കാരമാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ കാരണം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. പോലീസിന്റെ പിന്തുണ നാട്ടുകാർക്കുണ്ട്. സമൂഹം ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ നിന്നാൽ മാത്രമേ നൈറ്റ് ലൈഫ് എന്ന ആശയം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിനോജ് തോമസ്, റിപ്പോർട്ടർ.